25/5/2025 ഞായറാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. തുലാം കുംഭം രാശികൾക്ക് ശുഭവും, ചിങ്ങം ധനു ഇടവം രാശിക്കാർക്ക് മധ്യമവും, മേടം ചിങ്ങം ധനു ഇടവം രാശിക്കാർക്ക് മധ്യമവും, കർക്കിടകം മീനം രാശിക്കാർക്ക് ദോഷവും, മിഥുനം കന്നി വൃശ്ചികം മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഒന്നുകൂടെ പറയാം. തുലാം കുംഭം രാശിക്കാർക്ക് ശുഭം, മേടം ചിങ്ങം ധനു ഇടവം രാശിക്കാർക്ക് മധ്യമം, കർക്കിടകം മീനം രാശിക്കാർക്ക് ദോഷം, മിഥുനം കന്നി വൃശ്ചികം മകരം രാശിക്കാർക്ക് കഠിന ദോഷം. ഇനി നമുക്ക് ഓരോന്നിൻ്റെ വിശദമായിട്ട് നോക്കാം. നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, എങ്കിലാണ് നിങ്ങൾക്കത് വീണ്ടും നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയുള്ളൂ. പിന്നെ കൂടാതെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇതിനകത്ത് കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ട്. ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം. മറുപടി പറയേണ്ടതായ കമൻറ്റുകളൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് നമുക്ക് പറയാനില്ല. സീരിയസ് ആയിട്ടുള്ള കമൻസ് ഒന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം. അതുകൊണ്ട് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനി നോക്കാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അത്ര അനുകൂലമല്ല. ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അലസത, സംശയം ഇതൊക്കെ ഉണ്ടാകും. ദഹനക്കുറവ്, ഒരു പ്രതിരോധ ശക്തി കുറവ്, പൊള്ളൽ തുടങ്ങിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസമൊക്കെ കുറവാണെങ്കിലും അവരുടെ മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും, എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. അഭിപ്രായ സ്ഥിരതയൊക്കെ പല കാര്യങ്ങളിലും ഉണ്ടാകും. വേണ്ടതുപോലെ ചെയ്യാനുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണെന്ന് മാത്രം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ്. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ടുണ്ടാകും. എങ്കിലും വാക്കുകൾ ഒരു പരിധി വരെ ശ്രദ്ധിച്ചാൽ മേടം രാശിക്കാർക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ആ വാക്കുകൾ മൂലം പല ദോഷങ്ങളെയും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ ഇല്ലാതാക്കാനായിട്ടും കഴിയും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ മേടം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. ധനപരമായ നഷ്ടമുണ്ടാകുന്ന സമയമാണ്. മക്കളുമൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ടത് ശ്രദ്ധിക്കുക. പിന്നെ എടശനി കാലഘട്ടമാണ്, എടശനി തുടങ്ങിയ കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങളൊക്കെ മേടം രാശിക്കാർക്ക് ഉണ്ടാകും. സഹപ്രവർത്തകരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിലാളികളും അത്ര അനുകൂലമായിരിക്കില്ല. വളരെ ശ്രദ്ധയോടുകൂടി തൊഴിൽ മേഖലയെ കാണാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ചില നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണെന്നുള്ളതുകൊണ്ട്. ഇനി ഇടവം രാശി. ഇടവം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യവും മനസ്സും പൊതുവെ അത്ര അനുകൂലമായിരിക്കില്ല. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. സ്വന്തം കഴിവിൽ ഒരു വിശ്വാസം ഉണ്ടാവില്ല. എല്ലാ കാര്യവും ഒരു സംശയദൃഷ്ടിയോടെ വീക്ഷിക്കും. അലസത ഉണ്ടാകും. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും കഴിയില്ല. ആസ്മ, മാനസിക അസ്വസ്ഥത ഉള്ളവർ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരൊക്കെ ഇടവം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ഭൂമി സംബന്ധമായി ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം.
ശത്രുക്കൾ മൂലമുള്ള ദോഷം അല്പം കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ഇടവൻ രാശിക്കാർക്ക്. അതുകൊണ്ട് ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് പൂർണ്ണമായും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും കിട്ടും. ജീവിത പങ്കാളിയാണെങ്കിൽ മക്കളൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. എന്നാൽ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിലൂടെ ഇല്ലാതാകുന്ന അവസ്ഥ മനഃപൂർവ്വം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൊതുവെ ഇടവൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം ആയിരിക്കും ഇന്ന്. മിഥുനം, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് കഠിന ദോഷമാണ്. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ അത്ര അനുകൂലമല്ല. ഒരാത്മവിശ്വാസക്കുറവ് പൊതുവെ എല്ലാത്തിലും ഉണ്ടാവും. അലസത ഉണ്ടാവും. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായി മറ്റ് പ്രശ്നങ്ങളുണ്ടാവും. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാവും. മുൻകോപം ചില നഷ്ടങ്ങളൊക്കെ സൃഷ്ടിക്കും. വാക്കുകൾ വളരെ കരുതലോട് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ പല പ്രയാസങ്ങളും ഉണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കില്ല. കഫ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയും അനുകൂലമല്ല. മക്കളും അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമായ സമയം അല്ല. ഇനി കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐല്യം. കർക്കിടകക്കാർക്ക് ദോഷകരമാണെങ്കിലും അവർക്ക് ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. ആത്മവിശ്വാസം മൂലമുള്ള എടുത്തുചാട്ടം നഷ്ടത്തിലെത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ്. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ കർക്കിടക രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ധനപരമായി ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. മക്കളുമൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിലുണ്ടാകും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ തൊഴിലാളികളുമായിട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായിട്ടൊക്കെ. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കർക്കിടക രാശിക്കാർ ഈ ദിവസം ഉപയോഗിക്കരുത്. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമായിരിക്കില്ല. എങ്കിലും ശരീരം പൊതുവെ അനുകൂലമായിരിക്കും. അലസതയൊന്നും ഉണ്ടാവില്ല. പൊതുവെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ചെറിയ നേട്ടങ്ങളുണ്ടാവും. എന്നാൽ മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ലെങ്കിലും പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ആസ്മ, മാനസിക അസ്വസ്ഥത തുടങ്ങിയവരുള്ളത് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. മറ്റുള്ളവരുമായിട്ടൊക്കെ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനവും ഒക്കെ കിട്ടും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമാണ്. എന്നാൽ തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്യക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള ഒരു സമയമാണ്. ആരോഗ്യവും മനസ്സും ഒന്നും അത്ര അനുകൂലമല്ല. പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും. അലസത ഉണ്ടാവും. ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല. അതുപോലെ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയരും അത്ര അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല.
അലർജി സംബന്ധമായ അസുഖമുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ കഴിയും. എങ്കിലും ശത്രുക്കൾ മൂലമുള്ള ദോഷം പല കാര്യങ്ങളിലും തടസ്സം സൃഷ്ടിക്കും. വാക്കുകൾ അത്ര അനുകൂലമല്ല. വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല. പൊതുവെ ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. കഫരോഗമുള്ളവർ ശ്രദ്ധിക്കണം. അതുപോലെ ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും മൂലം കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും. തൊഴിൽ രംഗവും അത്ര മേന്മയുള്ളതല്ല. ഇനി തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ്. പൊതുവെ ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല. ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടും. അലസതയൊക്കെ ഉണ്ടാവും. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പക്ഷെ പിതൃസ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. ഭൂമി സംബന്ധമായി ചില കലഹങ്ങളൊക്കെ ഉണ്ടാവാം. കടബാധ്യത വരാം. എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് തുലാം രാശിക്കാർക്ക് ശ്രദ്ധിച്ചാൽ കഴിയും. അതിൻ്റെ മേന്മയൊക്കെ ഉണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. ദൈവാധീനം ഒരു പരിധിവരെ ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും മോചനം കിട്ടുകയും ചെയ്യും. എങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. വൃശ്ചികക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും. ആരോഗ്യം അനുകൂലമല്ല. പ്രതിരോധ ശക്തി കുറവുണ്ടാകും. എന്നാൽ മനസ്സും ബുദ്ധിയും അനുകൂലമായിരിക്കും. വേണ്ടതുപോലെ ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം. മക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എന്നാൽ ജീവിത പങ്കാളി ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകരും തൊഴിലാളികളും ഒക്കെ ആയിട്ട് പല പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും വൃശ്ചിക രാശിക്കാർ ഈ ദിവസം ഉപയോഗിക്കരുത്. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. പൊതുവെ മനസ്സും ശരീരവും അത്ര അനുകൂലമല്ല. ഒരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അലസത ഉണ്ടാവും. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അലർജി സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ മുതലായുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്കിലും കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥയും സമാധാനവും ഒക്കെ ഉണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. മക്കളും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ ചില നഷ്ടങ്ങളൊക്കെ വരും. ഇനി മകരം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്ക് കഠിന ദോഷമുള്ള സമയമാണ്. ഇനി കുറേ കാലത്തേക്ക് വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യവും മനസ്സും ഒന്നും അനുകൂലമായിരിക്കില്ല. അലസത ഉണ്ടാവും. ഒരു കാര്യവും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ തോന്നില്ല. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃ സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. മാനസികമായ അസ്വസ്ഥതയുള്ളവർ, അലർജി സംബന്ധമായ അസുഖമുള്ളവർ, അതേപോലെ ആസ്മ മുതലായുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. കടബാധ്യതയൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാം. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എങ്കിലും ജീവിത പങ്കാളി പതിവ് അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുംഭം രാശിക്ക് പൊതുവേ ഗുണകരമായ ഒരു ദിവസമാണ്. ആരോഗ്യം അത്ര മേന്മയുള്ളതല്ലെങ്കിലും മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പക്ഷെ പിതൃസ്ഥാനീയരിൽ നിന്ന് അല്പം കലഹങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ അനുഭവപ്പെടാം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. കുടുംബത്തിൽ ഒരു സ്വസ്ഥതയൊക്കെ അനുഭവപ്പെടും. ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല.
ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ദോഷകരമായൊരു ദിവസമാണ്. എങ്കിലും ആരോഗ്യം വലിയ കുഴപ്പമുണ്ടാവില്ല. ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അതേപോലെ ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല, പക്ഷെ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. കടങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. മക്കളുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല. തൊഴിലാളികളും മറ്റു സഹപ്രവർത്തകരും ഒന്നും അനുകൂലമായിരിക്കില്ല. ഇതൊരു പൊതു ഫലമാണ്. ഇത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ ഈ ദിവസം നിങ്ങൾക്ക് വളരെ ദോഷമില്ലാതെ മുന്നോട്ട് പോകാം. ദോഷം പറഞ്ഞിട്ടുള്ളവരെ നന്നായി നാമം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ഈശ്വരാരാധന നടത്തുകയൊക്കെ ചെയ്യാം. ദോഷങ്ങൾ കണ്ടിട്ട് വഴിപാടൊന്നും നേർന്നിടൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ വഴിപാട് നേർന്നിടാൻ പറ്റില്ല. കാരണം നേർന്നിടുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ കയ്യിലുള്ളത് ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ഇത് ചെയ്താൽ ഞാൻ ഇത് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു നേർന്നിടുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതത്ര അനുകൂലമൊന്നുമല്ല. കാരണം നമ്മൾ കൂലിക്ക് എടുക്കുന്ന ആളല്ല ഭഗവാൻ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ അത് ചെയ്താൽ ഇത് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ കൂലിക്ക് ആളെ എടുക്കുന്ന പോലെ ആയി പോകും. അതുകൊണ്ട് അതൊന്നും വേണ്ട. ഭഗവാന് നമ്മുടെ കയ്യിലുള്ളത് എന്തോ അതങ്ങോട്ട് സമർപ്പിക്കുക. എന്നാണോ സമർപ്പിക്കാൻ പറ്റുന്നത് അന്ന് സമർപ്പിച്ചേക്കാം. മുൻകൂട്ടി തീരുമാനിക്കുകയൊന്നും വേണ്ട. നാമം ജപിക്കുക, ശരിക്കും ഈശ്വരാരാധന നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.